ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ആരോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ അയൽവാസി ഒരു വലിയ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കേണ്ടത് എന്താണ്, ശരിക്കും വിചാരിക്കേണ്ടത് എന്താ, എൻ്റെ വീട് ചെറുതാണെങ്കിലും എൻ്റെ അയൽവാസിയായ അവന് വലിയ വീടുണ്ടാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയല്ലോ, അൽഹംദുലില്ലാ. അതല്ലാതെ ഓന് വലിയൊരു വീടുണ്ടാക്കി, എൻ്റെ ആണ് ചെറ്റക്കുടിയിൽ ചെറിയ വീട്, ഓനെ വലിയ വീടുണ്ടാക്കണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നഷ്ടം എനിക്ക്, അവനെന്ത് നഷ്ടപ്പെടാനുള്ളത്? അതേസമയം ഇങ്ങനെ വിചാരിച്ചാലോ, ഓനൊരു വലിയ വീട് വെക്കുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ചെറിയ വീടാണെങ്കിലും ഉണ്ടല്ലോ, എന്നെക്കാട്ടും വീടില്ലാത്തവർ വേറെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് വിഷയമില്ല. ഇതല്ല, ഓൻ വലിയ വീട് വെക്കുന്നു, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ അസൂയ വെക്കുക, ഇങ്ങനെ നടക്കുക. അപ്പോൾ എൻ്റെ ഇതൊക്കെ പോയി. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അസൂയ തീ വിറകനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നു കളയുമെന്ന്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അസൂയ വെക്കാൻ അതോടുകൂടി കഴിഞ്ഞു. അതുകൊണ്ട് ആരും അസൂയ ഇല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കുക എല്ലാവരും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഹൈറിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളും ദ്വാരക്കുക.